എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ വാവ നല്ല ഉറക്കമാണ്. അപ്പോൾ മമ്മി ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് മമ്മി 2-3 ദിവസമായിട്ട് പറയുന്നു എനിക്കൊന്ന് സ്പാ ചെയ്ത് തരുമെന്ന്. ഞാൻ ഈ വീഡിയോ എടുപ്പും ബിസിയും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ മമ്മി എടുത്ത് പറയും നാളെ ചെയ്തുതരാം മമ്മി, നാളെ ഉറപ്പായിട്ടും ചെയ്തുതരാം. അപ്പോൾ അന്ന് പറയും മമ്മി നാളെ എന്തെങ്കിലും ഉറപ്പായിട്ട് ചെയ്തു തരാം അങ്ങനെ പറയും. അപ്പോൾ ഇന്ന് വാവ ഉറങ്ങിയ സമയത്ത് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഏകദേശം കുറച്ച് ഞാൻ ചെയ്തു വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് സമയവും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയുകയും ചെയ്തു. അപ്പോൾ മമ്മി എടുത്ത് പറഞ്ഞു, മമ്മി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മമ്മി എടുത്ത് പറഞ്ഞു, മമ്മി എനിക്കൊരു കാര്യം ചെയ്യും, ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ഷാമ്പു ഇട്ട് വാഷ് ചെയ്തിട്ട് വാ, സ്പാ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മീനെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മിക്ക് നല്ലൊരു സ്പാ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് സ്പായ്ക്ക് എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുവാണ്. നമ്മൾ മന്ത്ലി ഒരു തവണയാണല്ലോ സ്പാ ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ഞങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 1 വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇച്ചാനുള്ള ടൈമിലായിരുന്നു വാങ്ങിച്ചത്. ഞാനും ഇച്ചാനും മമ്മിയും പിന്നെ ചേച്ചിയും ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തതാണ്. ഓൾമോസ്റ്റ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല എന്താ പറയുക, നമ്മൾ തലയ്ക്കൊക്കെ നല്ല കൂളായാലും തരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാവരും ലോറിയൽ തന്നെ ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ലോറിയലിൻ്റെ പ്രൊഫഷണൽ പാരീസിൻ്റെ ഒരു ബ്രാൻഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മിക്കെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, 100% ബ്യൂട്ടി പാർലറിലും ഇത് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട് നമ്മുടെ ആലപ്പുഴ ടൗണിൽ. അവതാർ എന്നും പറഞ്ഞൊരു ഹോൾസെയിൽ ഷോപ്പുണ്ട്. ഈ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ആയാലും ഈ ബ്യൂട്ടീഷ്യൻ്റെ എല്ലാ ഐറ്റംസൊക്കെ ആയാലും അവിടെ നിന്നാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. അപ്പോൾ ബ്യൂട്ടീഷ്യൻ തന്നെയാണ്, ഞങ്ങൾ പോയ സ്ഥലത്ത് ബ്യൂട്ടീഷ്യൻ തന്നെയാണ് പറഞ്ഞത് ലോറിയലിൻ്റെ തന്നെ ട്രൈ ചെയ്തു, അത് നല്ല എഫക്റ്റീവാണ് എന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് ഇട്ട് തരുന്നത് സ്പാ. അപ്പോൾ എനിക്കിടുന്ന സമയത്ത് ഇച്ചാൻ ഫ്രീ ആയിരിക്കും, ഇച്ചാനും ഞാനായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചാനും ഞാൻ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇച്ചാനായിരിക്കും മമ്മിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മമ്മിക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇതുവരെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചാ അങ്ങനെയല്ല ഇച്ചാ എങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ എനിക്കറിയാൻ കുഞ്ഞു, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മമ്മിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും മമ്മി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മമ്മി വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് മമ്മി ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പാ ചെയ്യുമ്പോൾ, നമ്മൾ മന്ത്ലി സ്പാ ചെയ്യുമ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആണെങ്കിലും നല്ല ബ്രാൻഡഡ് ബ്യൂട്ടി പാർലറിലൊക്കെ ആണെങ്കിലും നല്ല വലിയ ഷോപ്പുകളിലൊക്കെ ആയാലും ഓൾമോസ്റ്റ് ഒരു 1500-2000 രൂപയ്ക്കാണ് ഒരു സ്പായ്ക്ക് തന്നെ ഒരു എക്സ്ട്രാ വാങ്ങിക്കുന്നത്. ചെറിയ ബ്യൂട്ടി പാർലറൊക്കെ ആണെങ്കിൽ അവർ എന്തായാലും ഒരു 1000 രൂപയെങ്കിലും മിനിമം വാങ്ങിക്കും. അപ്പോൾ ഞങ്ങളിതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ MRP ബേസ്ഡ് 800 ആണ് വരുന്നത്. അവർ ഞങ്ങളുടെ ആദ്യം പറഞ്ഞത് 650 എന്നാണ്. പിന്നെ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയതുകൂടി അവർ കറക്റ്റ് MRP പ്രൈസ് തന്നെയാണ് വാങ്ങിച്ചത്. കാരണം അവർക്കിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് വലിയ നഷ്ടമോ അതായത് പ്രോഫിറ്റോ ലോസോ ഒന്നും ഇല്ലെന്നാണ് ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്. ഇത് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ മിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 2 സ്പൂൺ ആണ് ഞങ്ങളിതിൽ ഇടുന്നത്. ഇതിടുമ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരു 3 മാസത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇനിയും ഉണ്ട്, ഞങ്ങൾക്ക് 1 വർഷത്തോളം യൂസ് ചെയ്യാനായിട്ട് ഇനിയും ഉണ്ട്. ഇത് തന്നെയാണ് ലാഭം. ഇപ്പം എന്തായാലും ഞാൻ 2 ടീസ്പൂൺ ഇടുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം, അതായത് വെള്ളമായിട്ട് നന്നായിട്ട് ചേരണം. നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഇത് ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ ഹെയറിലൊക്കെ ആയാലും ഇപ്പോൾ എന്തെങ്കിലും താരനോ അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് വേണം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെയറിൽ വേണം സ്പാ ചെയ്യാനായിട്ട്.
നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഐസ്ക്രീം പോലെ ഉണ്ട്. മമ്മിക്ക് മുടി കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമൊന്നും ഇടാം. ആദ്യം നമുക്കൊന്ന് വകഞ്ഞെടുക്കാം. ജട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആദ്യം കളയാം. ബ്യൂട്ടീഷ്യനൊന്നും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. നമ്മൾ ഹോം മെയ്ഡാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ എങ്ങനെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാം സ്പാ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഞാൻ ബാക്കിൽ നിന്ന് തുടങ്ങാം. ക്ലിപ്പ് എന്തെങ്കിലും എടുക്കട്ടെ ആയിരുന്നു. സ്കാൽപ്പിൽ നന്നായിട്ട് അബ്സോർബ് ആകണം. നമ്മൾ സ്കാൽപ്പിൽ തന്നെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നീട്ടുക മുടി. കാണട്ടെ ഇങ്ങനെ ചെയ്യട്ടെ, കണ്ടുപിടിക്കട്ടെ. അവനിങ്ങനല്ല ചെയ്താണ്. അറിയാമെങ്കിൽ ഞാൻ ചെയ്ത അതെന്താന്നറിയാം. ഞാനന്ന് അവിടെ പോയപ്പോ ഇല്ല അവരെനിക്ക് സ്പാ ചെയ്ത് തന്നില്ല. എന്തോ കണ്ട് ഇനി മുടി ഇങ്ങനെ വെക്കുക. ഇനി നമുക്ക് അടുത്ത ലെയർ എടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇടുക. എല്ലാ ഹെയറിലും നന്നായിട്ട് ആകണം. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും എല്ലാം പിടിച്ചോളും നന്നായിട്ട്. ഡാമേജ് ആയിരിക്കുന്ന ഹെയറൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഊരി വരും. തലവേദന ഉള്ളവരൊക്കെ ആയാലും എന്താ പറയുക, ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആയാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് 2 ദിവസത്തേക്ക്. ഇത് നമ്മൾ സ്പാ ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസത്തേക്ക് നമ്മൾ ഹെയർ വാഷ് ചെയ്യരുത്. അതുപോലെ തന്നെ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ സിറമൊക്കെ ആയാലും അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഓയിൽ ആ ടൈമിൽ യൂസ് ചെയ്യരുത്. സിറം തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ലെയർ.
ഇതിപ്പോൾ ഏകദേശം ഒരു 1:10 കാണും. ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടാണ് ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഹെയറിൽ ഫുള്ളും അപ്ലൈ ചെയ്തിട്ട് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ എന്തായാലും സ്കാൽപ്പിൽ ഇതുപോലെ തന്നെ വെച്ചേക്കണം. വാഷ് ചെയ്യാൻ പാടില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ടൈമിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലെയർ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെയർ എടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു കുറച്ച് മുടി ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഊരി വന്നിട്ടുണ്ട്. നമുക്കൊരു 1 2 ഒരു 4 ലെയർ കൂടി ഉണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം. അതല്ല ഡ്രൈ ആയി കഴിഞ്ഞ്, അതായത് എല്ലാം പിടിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് മസാജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്പോൾ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാം. ബ്യൂട്ടീഷ്യനൊക്കെ ആയാലും പല രീതിയിലാണ് മസാജ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ എമൗണ്ട് കൂടുതൽ വാങ്ങിക്കുന്നവർ 2000, 5500 ആ ഒരു റേഞ്ചിലൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ ആയാലും ഹെയർ വാഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി മസാജ് കൂടി എക്സ്ട്രാ അവർ ചെയ്തു തരും. ബോഡി മസാജ് എന്ന് പറയുമ്പോൾ കൂടുതലും ഇവിടെയൊക്കെ ആയിരിക്കും, പിന്നെ ബാക്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ മസാജ് ചെയ്ത് തരുന്നത്. അത് ബോഡി പെയിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ, ഇപ്പോൾ ഹെഡേക്കൊക്കെ ആയാലും ഓൾമോസ്റ്റ് ഒരു പരിധി വരെയൊക്കെ ഒരാഴ്ചയൊക്കെ നമുക്കത് എന്താ പറയുക ഒരു റിലാക്സേഷനൊക്കെ കിട്ടും നമ്മൾ ഈ സ്പാ ചെയ്യുന്നതിലൂടെ. പിന്നെ താരൻ പോകാനൊക്കെ ആണെങ്കിലും എക്സ്ട്രാ ഡാൻഡ്രഫ് സ്പാ വേറെ ഉണ്ട്. ഇപ്പോൾ സ്പാ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാവരും സ്പാ ചെയ്യും. കാരണം അതിന് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് എല്ലാവരും അത് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ മുടി പൊരിച്ചിലൊക്കെ ആയാലും മാറാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. നല്ല ഭംഗിയായിരിക്കും സ്പാ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ കിടക്കുന്ന കാണാനായിട്ട്. ബ്ലഡ് സർക്കുലേഷനെ കൂടും നമ്മളിങ്ങനെ സ്പാ ചെയ്യുമ്പോൾ. ഇങ്ങനെ കൈ കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ നമുക്ക്? സാധാരണ സ്പാ ചെയ്യാൻ പോകുന്നവരൊക്കെ ബ്യൂട്ടി പാർലറിൽ കിടന്ന് ഉറങ്ങുക പതിവ്. ചിലരൊക്കെ നല്ല എന്താ സോഫ്റ്റ് ആയിട്ട് ചെയ്യും, ഉറക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നവരുണ്ട്. ചിലര് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വിടും. ഇപ്പോ വാവ നല്ല ഉറക്കത്തിലാണ്. അവളിപ്പോ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. പപ്പ അകത്തുണ്ട്. പപ്പയെ ഏൽപ്പിച്ചിരിക്കാൻ നോക്കാനായിട്ട്. അവൾ എണീറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ പണിയൊക്കെ പാടും. ഇതിങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? മുടിക്കൊരു ഇത് തലക്കൊരു വലുവ് പോലെ താഴോട്ട്. ഞാനിപ്പോ കുറെ നാളായി സ്പാ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തിട്ട്. കല്യാണത്തിന് മുമ്പ് ചെയ്തതാ, പിന്നെ ചെയ്തിട്ടില്ല. ഒരുപാടുണ്ടായിരുന്ന മസാജ് എല്ലാം ഞാൻ മറന്നുപോയി. ഞാൻ എല്ലാ മാസവും ചെയ്യുമായിരുന്നു. ആ ടൈമിലൊക്കെ ആയാലും നമ്മുടെ തലയിൽ താരനൊക്കെ ആയാലും പെയിൻ അങ്ങനെയുള്ള ശല്യവും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്കായാലും ബോഡിക്കായാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതെ അതെ. ഇതിപ്പോൾ നമുക്ക് എന്തായാലും കെട്ടി വെക്കാം. ഇപ്പോൾ സമയം 1:30 നമുക്ക് ഒരു 1:50 ആകുമ്പോൾ വാഷ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ മാസവും സ്പാ ചെയ്യുന്നത്. ഇപ്പോൾ 1:30 ഒരു 1:50 ആകുമ്പോൾ വാഷ് ചെയ്തിട്ട് സീറം ഏത് സിറാലും കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ബൈ.